അല്ല എന്നോട് ഇപ്പൊ പലരും ചോദിക്കുന്നു ഇപ്പൊ ചൂസ് ചെയ്യാണോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയാനില്ല, ചൂസ് ഇപ്പൊ തൽക്കാലം ചൂസ് ചെയ്യല്ല. നമുക്ക് നല്ലത് വരണ്ടേ. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്ട്രാ ഓർഡിനറി കഥകളൊന്നും നമ്മളോട്ട് വരില്ല. കാരണം എ കാറ്റഗറി, ബി കാറ്റഗറി കഴിഞ്ഞാൽ സി കാറ്റഗറിയിൽ വരുന്ന കഴിഞ്ഞിട്ട് വരുന്ന കഥകളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അല്ല എന്നോട് ഇപ്പൊ പലരും ചോദിക്കുന്നു ഇപ്പൊ ചൂസ് ചെയ്യാണോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയാനില്ല, ചൂസ് ഇപ്പൊ തൽക്കാലം ചൂസ് ചെയ്യല്ല. കാരണം ഞാൻ 2017 ശേഷം 16 ശേഷം ഞാൻ വലിയൊരു ഗ്യാപ്പ് എടുത്തു. ലവ് ആക്ഷൻ ഡയറക്ട് ചെയ്യാൻ പോയപ്പോൾ ഏകദേശം 2-2.5 വർഷത്തോളം ഗ്യാപ്പ് വന്നു. കൊറോണ വന്ന സമയത്ത് ഞാൻ വരുന്ന സിനിമകളും കഥകളൊക്കെ ഒരുവിധം എല്ലാം ഞാൻ വരുന്നതൊക്കെ ആവറേജ് കഥകളാണ്. കാരണം എക്സ്ട്രാ ഓർഡിനറി കഥകളൊന്നും നമ്മളോട്ട് വരില്ല. കാരണം എ കാറ്റഗറി, ബി കാറ്റഗറി കഴിഞ്ഞാൽ സി കാറ്റഗറിയിൽ വരുന്ന കഴിഞ്ഞിട്ട് വരുന്ന കഥകളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് വരുന്ന കഥകളെയും സിനിമ കഥാപാത്രങ്ങളെയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്, നമുക്ക് നല്ലത് വരണ്ടേ. ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്നും ഫിൽട്ടർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് സിനിമകൾ, ഒരുപാട് കഥകൾ വരാൻ തുടങ്ങി. അപ്പൊ വരുന്നതൊക്കെ പുതുമുഖ സംവിധായകൻ, ഇപ്പൊ മാക്സ് ആയിക്കോട്ടെ, പുതുമുഖ സംവിധായകൻ. അപ്പൊ പുതുമുഖ സംവിധായകൻ സ്വാഭാവികമായിട്ട് വരുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിനിമ ഫസ്റ്റ് ടൈമർ അല്ലെങ്കിൽ ഡെബ്യൂട്ടൻ ഒരാൾ വരുമ്പോൾ അവർക്കത് ഹിറ്റാക്കണം എന്നുള്ള ഭയങ്കര വാശിയും ഒരു ആഗ്രഹവും പാഷനും ഉണ്ടാവും അവർക്ക്. പുതിയ ബാനർ ആകുമ്പോൾ അവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ നമ്മൾ നിൽക്കുക. അല്ലെങ്കിൽ കാരണം എന്നെക്കാളും ആവശ്യം അവർക്കാണ്. അപ്പോ അങ്ങനെയുള്ള സിനിമകൾ പാളിപ്പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അവരെ നന്നാക്കുമല്ലോ, അവര് നന്നാക്കണമല്ലോ, അവരുടെ ആദ്യത്തെ സിനിമയല്ലേ. അപ്പൊ നമ്മുടെ അവരെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. ചില സിനിമകള് ഇപ്പൊ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ നമ്മൾ ചില ആൾക്കാരോട് നമ്മൾ പറയും ഇത് വലിയ പരിപാടി ഇല്ല, ഇത് നോക്കിയും കണ്ടും ചെയ്താൽ ഇല്ല, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോൺഫിഡൻസിലൂടെ നമ്മൾ നിൽക്കും. എന്ന് വെച്ചാൽ നമ്മൾ പറയാതിരുന്നിട്ടില്ല ഒരാളോടും. പ്രൊഡക്ഷനോട് അടക്കം നമ്മൾ ചില സിനിമകളെല്ലാം പരിപാടി വരുമ്പോൾ പക്ഷെ അവരുടെ ഒരു കോൺഫിഡൻസും അവരുടെ ചില, കാരണം നമുക്ക് പറയാൻ ഇതിന്റെ ഒരു ഫേറ്റ് ജഡ്ജ് ചെയ്യാമെന്ന് എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പക്ഷെ ചില കഥകൾ വരുമ്പോൾ നമ്മൾ പറയും ഇത് കുറച്ചുകൂടെ നന്നാക്കാൻ കുറച്ചുകൂടെ സാധ്യതയുണ്ട് എന്നൊക്കെ ഞാൻ പല സിനിമകളോടും പല പ്രൊഡക്ഷൻ ഹൗസിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞ പുതുമുഖ സംവിധായകരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കൊരു ലേണിംഗ് ആണ്. കാരണം ഇനി ഞാൻ ചെയ്യുന്ന അടുത്തൊരു സംവിധാനം ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഡയറക്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അത് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ ആ പ്രോസസ്സിന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ എനിക്കത് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ എല്ലാ രീതിയിലും. ഈ അടുത്ത് എന്റെ അടുത്ത് ഒരു പ്രൊഡ്യൂസർ വന്നിട്ടേ ധ്യാനം വെച്ചിട്ട് നമുക്കൊരു പടം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാക്കി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ധ്യാനം വെച്ചിട്ട് പടം ചെയ്യണം എന്നാണ് പറഞ്ഞേക്കണം. സ്ക്രിപ്റ്റ് ഒക്കെ റെഡിയാണ്, നമുക്കൊന്ന് വായിക്കണ്ടേ? ആ ഓക്കെ പറഞ്ഞേക്ക്. അപ്പൊ നമുക്ക് പറ്റില്ല, നമുക്ക് ആ കഥ ആ പ്രൊഡ്യൂസറിന്റെ ആ കഥ തന്നെ പ്രൊഡ്യൂസറിന്റെ. അപ്പൊ ആ കഥയുടെ പുറത്താണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കഥയാണ്. ഓക്കെ, ആ കഥയിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിലല്ലേ ആ പ്രൊഡ്യൂസർ അതിന്റെ പുറത്ത് കാശ് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ, അല്ലേ? അത് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ ആ പടം നന്നായാലും മോശമായാലും അയാൾക്കാണ് നഷ്ടം, അയാളുടെ കഥ. പക്ഷേ ധ്യാൻ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇതിനകത്ത്